തുടങ്ങിയോ അതിന്റെ മുകളിലെ പണി? എന്റെ ശിവ, നീ അതെടുത്താ പിന്നാമ്പറത്തെങ്ങാനും കൊണ്ടുവയ്ക്കേ. കാണുന്നവരൊക്കെ എന്നോടാ ചോദിക്കണത് എന്നാ പണി തുടങ്ങണേന്ന്. പരിഹസിക്കുന്നതാ. നമുക്ക് ഇഷ്ടമുള്ളപ്പോ തുടങ്ങും. നാട്ടുകാരോട് പറയണോ? ചേട്ടാ, ഈ ലോകത്ത് വേറെ എന്തൊക്കെ കാര്യമുണ്ട് അന്വേഷിക്കാൻ? ശിവശങ്കരൻ വീട് വെക്കോ, എന്ന് പണി തുടങ്ങും, എങ്ങനെ പണി തുടങ്ങും, വേറെന്തൊക്കെ അറിയണ്ടത്? കണ്ണുകടി എന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ടോ കണ്ണുകടി? പിന്നെ നിറയെ പൊന്നും പണം വെച്ചിരിക്കല്ലേ അറിയല്ലേ കണ്ണു കടിക്കാൻ. എന്റെ ശിവ, അല്പത്തരം പറയാതെ നീ ഈ പാലുള്ളത് അയാൾക്ക് കൊണ്ട് കൊടുക്ക. വെറുതെ മനക്കോട്ടകൾ കെട്ടുക എന്നല്ലാണ്ട്. ഇതാ പാല് കുറവാ, 3 കുപ്പി തികയില്ലാന്ന് പ്രഭാരനായരോട് പറ. കറന്നെടുത്താ മാത്രം പോരാ, അതനുസരിച്ച് പാലുണ്ടാകാൻ പയ്യന്റെ ഉള്ളിലേക്കും വല്ലതും കൊടുക്കണം. വെള്ളം ചേർത്താലോ? എന്നിട്ട് വേണം ആ 1000 കുപ്പിയോടെ മുഖത്തറിയാൻ. വിഷമൊന്നും അല്ലല്ലോ, പാലിൽ ഇത്തിരി വെള്ളം ചേർക്കുന്നത് നല്ലതാ. വേണമെങ്കിൽ മതി. അത് ശരി, പ്രഭാരനായ ചായക്കടയിൽ നീ നാട്ടുകാരെ കുടിക്കണതേ ഈ കുളത്തിലെ വെള്ളമാണല്ലേ? നോക്കിക്കൊണ്ട് പോടാ, ചിലപ്പോ വല്ല മീനും കാണുമോ? നീ മീനൊന്നും കേറിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ 2 മീൻ ഇപ്പൊ കയറിയാലെന്താ? ഉച്ചയ്ക്ക് വറുത്ത ചോറിന്റെ കൂടെ കൊടുക്കാം. പാല് വെള്ളം പോലെയാണല്ലോ. പാല് വെള്ളം പോലല്ല, അത് പിന്നെ കല്ല് പോലെ ഇരിക്കണം. അത് വേണ്ട, പക്ഷെ പാല് പാലായിരിക്കണം. ഇത് മുഴുവൻ വെള്ള കണ്ട. അതോ, അത് ഇന്നലെ കുറെ കൂടുതൽ വെള്ളം കുടിച്ചു. കൂടുതൽ വെള്ളം കുടിച്ചാ പാലിന്റെ കൊഴുപ്പ് കുറയും അല്ലേ? എന്റെ ശിവശങ്കര, പ്രഭാകരൻ നായരുടെ അടുത്ത് വേണോ ഈ വിളവ്? ഏതായാലും ഇന്ന് ഞാനിത് തിരിച്ചരുന്നില്ല. നാളെയും പയ്യെ കൂടുതൽ വെള്ളം കുടിച്ചാ ആ പാല് നമുക്ക് വേണ്ട. അമ്മയോട് പറഞ്ഞേക്ക്. ഓരോ തെറ്റിദ്ധാരണകളെ ചേട്ടാ. ഞങ്ങളൊക്കെ കറക്കുന്ന മുന്തയില് ഒരു തുള്ളി വെള്ളം കാണത്തില്ല. ഈ പാലില് വെള്ളം ചേർത്ത് വിറ്റിട്ടൊന്നും എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒന്നാം തരം ജോലിയുള്ളതാ. ഗോവിന്ദൻ കൺട്രാക്ടിന്റെ അടുത്തൊന്ന് നീ പോന്നു പറയുന്ന കേട്ടു. പോന്നു. അതുകൊണ്ടെന്താ ഇപ്പോഴേ ഞാൻ ഒന്നാം തരം ഒരു മെഡിക്കൽ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവാ. അറിയോ? വാചോടിക്കാതെ പോ. റംലു, വണ്ടിയിലൊടിക്കാൻ കുറെ വെള്ളം എടുത്തടി. ഇക്കാക്കടെ ലൊടാക്ക് വെള്ളം മണി കുടിച്ച് കൂട്ടുണ്ട്. അതിനുള്ള ഓട്ടാണെങ്കിൽ ഓടുന്നുണ്ട്. ഈ ലൊടാക്കുള്ളതുകൊണ്ടാ നീ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് കിടക്കുന്നത്. മോനെ, വരുമ്പോ ശിവൻകുട്ടിയോട് 5-6 കുളിയും കൂടി വാങ്ങിക്കൊണ്ടുവരണം. ഓൻ തന്ന കുളിക്കാൻ മുണിങ്ങാൻ രസമാണ്. കാലിന്റെ തരിപ്പിന് നല്ല അക്കണ്ട്. അയ്യോ എന്റെ ഉമ്മ, ഓൻ തരുന്ന മരുന്നൊന്നും വിജയിച്ച് കഴിക്കല്ലേ. അതേതോ തല്ലിപ്പൊളി കമ്പനിയുടെ മരുന്നാ. അത് മാത്രമല്ല, ഓൻ ഈ മരുന്നിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാൻ പോട്ട് അറിയേയില്ല. പിന്നെ പെട്ടിയും തൂക്കി മരുന്ന് വിൽക്കാനാന്ന് പറഞ്ഞു ഓൻ നടക്കണ എന്തിനാ? ഈ മരുന്ന് വിൽക്കുന്നവരാണോ ചികിത്സ? അത് ഡോക്ടർമാർക്കേ അറിയൂ. എന്നാലും അത് മുണിങ്ങാൻ രസം നല്ല ആക്കണ്ട്. മോന്റെ കാര്യം പറഞ്ഞ് നാക്കെടുത്തില്ല. നീ എന്താ ഇതുവഴി? ഒന്നും പറയണ്ട. ഞാൻ ആ ഇടവഴി ചാടിക്കടന്ന് ചുറ്റിക്കറങ്ങി ഓടി വരിക. കാലത്തെ ആ വെറിയമ്മേനോ കയറി വന്നു. ഞാൻ അയാൾ കാണാതെ അടുക്കള ഒഴുങ്ങി പോന്നു. അത് ശരി, ഇങ്ങനെ ഒളിച്ചു കളിച്ചിട്ട് എന്താ കാര്യം? പിന്നല്ലാതെ എത്ര അവധി എന്ന് വെച്ചാ പറയാ. സാധാരണ അച്ഛന്മാര് മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തിട്ടാ മരിക്കുക. പൂക്കാട്ടുശ്ശേരി പരമേശ്വരൻ നായര് 3 മക്കൾ കൂടെ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന നാട് മുഴുവൻ കടവാ. ഒക്കെ ശരിയാവും എന്റെ ശിവൻകുട്ടിയെ, ഈ സമാധാനിക്ക്. ഒക്കെ ശരിയാവും. ഞാനൊരു കത്തിയും കഠാരിയായിട്ട് ഇറങ്ങണം, കക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെ. നീ ഇത്ര ബേജാറാവണം എന്തിനാ? ഇതൊക്കെ തന്നെയാ ജീവിതം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങൾ. ഇതിലിത്ര വിഷമിക്കാൻ എന്തോ കാര്യം? ബാലേട്ടനെ മിടുക്കൻ. ജോലിയും കുടുംബവും ഒക്കെ ആയപ്പോ മൂപ്പര് സൂത്രത്തിൽ അങ്ങ് മാറി. കുടുംബം നോക്കാനും കടക്കാരോട് സമാധാനം പറയാനും ഞാനുണ്ടല്ലോ. കഞ്ഞി വിളമ്പിക്കണോ? നീ വല്ലതും കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? എനിക്ക് വേണ്ട. എന്നോട് ഉളഞ്ഞത് ഇവൻ വീട്ടിന്റെ പിന്നാമ്പുറത്തൂടെ മുങ്ങിയതാ. ഇയാള് വേഗം കഴിച്ചിട്ട് വാ, വണ്ടി പോവാം. അപ്പൊ അയാളുടെ കണ്ണിപ്പെടാണ്ട് പോവാലോ. അതെന്താ, ഞങ്ങളുടെ കഞ്ഞി കഴിക്കൂലേ? ഇതൊക്കെ ഇവന്റെ ഒരു നമ്പറല്ലടി. പണ്ട് വാപ്പ ഉണ്ണാൻ വരുമ്പോ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടോ?
എവിടെയാണേലും അവൻ പറന്നെത്തും. വിളിച്ചാ വരത്തില്ല. എന്നാ അവിടെ ഇവിടെയൊക്കെ പതുങ്ങി ഇന്നലെ ശബ്ദം ഉണ്ടാക്കി. താറാമുട്ട പൊരിച്ചു കിട്ടാനുള്ള കൊതിയാ. വാപ്പയ്ക്കതറിയാം. മൂപ്പർ ഒരു കഷ്ടം അങ്ങോട്ട് കൊടുക്കും. കിട്ടിയാ പിന്നെ ഒരു നിമിഷം നിൽക്കത്തില്ല, പറക്കുന്ന കാണാം. പള്ള കായാണ്ട് വല്ല കഴിച്ചിട്ട് കഞ്ഞിക്ക് എന്താ കൂട്ടാൻ? കഞ്ഞിക്ക് എന്താ കൂട്ടാൻ? കഞ്ഞിക്ക് കൂട്ടാൻ കച്ചിൽ. ഓടാ. എത്ര രൂപയായി? എത്രയായാലും ഓഫീസിൽ ഒന്ന് വാങ്ങിച്ചോളൂ. ഏത് ഓഫീസ്? നീ എന്തോ ഈ പറയുന്നേ? നിന്റെ അമ്മായി അമ്മയുടെ ആഫീസ്. ഇവിടെ പോടാ, ബിസിനസ് നാക്കറിയാത്ത കഴുതാ. താമ്പയ്ക്കോ? ഓ സാർ, ഉച്ചയ്ക്ക് ഊണിന് വണ്ടി ആ വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ഓ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഒരു നല്ല ടാക്സി പോലും കിട്ടാനില്ല. എങ്ങനെയുണ്ട് സെയിൽ? തരക്കേടില്ല. നമ്മുടെ പ്രോഡക്റ്റ് നല്ല മൂവ്മെന്റ് അല്ലേ? ഒറ്റ കുപ്പി പോലും വിറ്റിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഈ എറണാകുളത്തൊക്കെ പ്രോട്ടോബി ഭയങ്കര സെയിൽ, കിട്ടാനില്ല. ഈ ഗർഭശുശ്രൂഷയ്ക്ക് പറ്റിയ ടോണിക്കാണ്. മിനറൽസ്, പ്രോട്ടീൻസ്, ഹോർമോൺസ്, വൈറ്റമിൻസ് എല്ലാം ഉണ്ടല്ലോ. വെറുതെ പുഴു അടിക്കാതെ ആശാനെ, നെല്ലിക്ക വൈനിൽ ഏതാണ്ട് അരച്ചു കലക്കി ഉണ്ടാക്കുന്ന സാധനമല്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും ചെലവാവില്ലെന്ന്. പിന്നെ ചെലവാക്കാം, ഡോക്ടർമാർക്ക് നല്ല കമ്മീഷൻ കൊടുക്കണം. അത് കമ്പനിക്കാർ വിചാരിക്കാൻ നമ്മൾ എന്ത് അത് ചെയ്യാൻ? പറഞ്ഞ് സമ്മതിപ്പിക്കണം. പ്രോവി തേക്കാര് 500 ബോട്ടിലിന് വീതം കമ്മീഷനായിട്ട് ഓരോ വാഷിംഗ് മെഷീനാണ് കൊടുക്കുന്നത്. തന്നെ? ആ, അല്ലാതെ ഇത്രയും ചെറിയ കമ്പനികൾക്കൊന്നും നിലനിൽപ്പില്ല. നിങ്ങൾ ഇവിടെ വെച്ച ബോട്ടിലുകളെല്ലാം തിരിച്ചു കൊണ്ടുപോകണം. എല്ലാം എക്സ്പയറി ഡേറ്റ് ആവാറ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം ഒന്നും ഇവിടെ വിൽക്കാറില്ലേ? ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും വിൽക്കാറില്ല. ചില സ്ഥലത്ത് വിൽക്കാറുണ്ട്. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്ന് കറങ്ങിട്ട് തരാം. ഓക്കെ ഓക്കെ. ബ്ലഡും യൂറിനും മോഷനും ഒന്ന് പരിശോധിച്ചിട്ട് വരൂ. ഒരു എക്സ്ട്രാ എടുത്തോ, എന്നിട്ട് മരുന്നിന് എഴുതാം. ഡോക്ടർ, എനിക്ക് രാവിലെയുള്ള തലവേദന മാത്രമേ ഉള്ളൂ. അതിന് ഇത്രയും പരിശോധനകൾ വേണോ? എങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് വരണോ? സ്വന്തമായിട്ട് അങ്ങ് ചികിത്സിച്ചാ പോരെ. ഇത് വെറും ഒരു തലവേദന ആയിക്കൊള്ളണമെന്നില്ല. എന്താ, പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. പിന്നെ ഇത് KJ ലാബറട്ടറിയിൽ പരിശോധിപ്പിച്ചാൽ മതി. അവിടെ നല്ല റിസൾട്ട്. ബാക്കിയെല്ലാം പോക്കാം. ശരി. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഐ ആം ശിവശങ്കർ ഫ്രം പ്രോട്ടോ ഫാർമസ്യൂട്ടിക്കൽസ്. ഇരിക്കും സാർ. ഞാൻ മുമ്പൊരിക്കൽ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു. ഓ, ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങളുടെ പ്രോട്ടോ ബീറ്റ് ടോണിക് വളരെ എഫക്റ്റീവാണ്. പക്ഷേ ഡോക്ടർ ഒന്നുപോലെ ഇതുവരെ എഴുതിയില്ല. ഇത്തരം ചെറിയ കമ്പനികൾ ഞാൻ എഴുതാറില്ല. ഞങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് നോക്കണം ഡോക്ടർ. അതിന്റെ ആവശ്യമില്ല. ടോണിക്കുകളുടെ ബഹളമാണ് ഇവിടെ. പിന്നെ ഈ ടേബിൾ ഫാൻ കണ്ടോ? കണ്ടു. അത് പ്രോവിറ്റേക്കാരുടെ കോംപ്ലിമെന്റ്സ് ആണ്. പിന്നെ ഈ ടേബിൾ കണ്ടോ? കണ്ടു. വിറ്റ ബീറ്റോളുകാരുടെയാണ്. ദാ ബ്യൂറോ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ കമ്പനിയും കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇല്ല. ഡോക്ടറെ പോലെ നിറയെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രം. എന്തൊക്കെയാണ് നിങ്ങളുടെ കോംപ്ലിമെന്റ്സ്? 1000 ബോട്ടിൽ പ്രോട്ടോ ബി പ്രിസ്ക്രൈബ് ചെയ്താൽ ഒരു ഫ്രിഡ്ജ്, 5000 ഒരു കളർ ടിവിയും ഒരു VCRും, 10,000 ഒരു ചെറിയ മരുതി കാർ. ഓ റിയലി, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എന്താ നിങ്ങളുടെ ടോണിക്കിന്റെ പേര്? പ്രോട്ടോ ബി ഹെൽത്ത് ടോണിക് ഹീമോഗ്ലോബിൻ സിറപ്പ് വിത്ത് വൈറ്റമിൻ B12 ആൻഡ് സെർബിറ്റോൾ. ഗർഭശുശ്രൂഷയ്ക്ക് പ്രോട്ടോ ബി. പ്രോട്ടോബി 4 ബോട്ടിൽസ്. അതേത് ഡോക്ടറെ? ഡോക്ടർ സുരേന്ദ്രന്റെ. ഇത് തീർന്നിരിക്കുക. ഒരു ബോട്ടിൽ പോലും ഇല്ലേ? ഇല്ല, കംപ്ലീറ്റ് തീർന്നു. ഇപ്പൊ തന്നെ എത്ര ചീട്ടാ വന്ന് മടങ്ങിപ്പോയെന്നറിയോ? ഡോക്ടർ പറഞ്ഞിരുന്നു കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണെന്ന്. അതുകൊണ്ട് 4 വാങ്ങി വെച്ചോളാൻ. ഇനി എന്ന് വരും? 2-3 ദിവസത്തിനകം വരച്ചു തരാം. വേറെ എവിടെയെങ്കിലും കിട്ടൂ? എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഔട്ട് ഓഫ് സ്റ്റോക്കാ. അന്വേഷിച്ച് നോക്ക്. എന്താ അസുഖം നിങ്ങൾക്ക്? തലവേദന. സൂര്യൻ ഉദിച്ചാൽ അപ്പം തുടങ്ങും. ആ, വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ആ, എന്ത് വേണം? ഞാൻ ചേട്ടനെ ഒന്ന് കാണാമെന്നാ. ആ, കണ്ടോളൂ. അതല്ല. ഏതല്ല? എടാ, എന്റെ നിഴല് കണ്ടാ മുങ്ങി നടക്കണ നീ എന്നെ കാണാൻ വരെ. എന്താണാവോ ഉദ്ദേശം? ചേട്ടൻ വീട്ടിൽ വന്നു എന്നറിഞ്ഞു. അമ്മ ആകെ വിഷമിച്ചിരിക്കുക. ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം. എന്നാലും കുറച്ചാളൂടെ ക്ഷമിക്കണം. മാസാമാസം ഞാൻ കൃത്യമായിട്ട് പലിശ തന്നോളാം. 1 കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം. എവിടുന്നെടുത്ത് വീട്ടും? എനിക്ക് എന്നെ വിശ്വാസമില്ല. ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. മേനോൻ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത്. എടാ, നിന്റെ അച്ഛൻ ചെയ്ത ചതിക്ക് നിങ്ങളൊക്കെ അനുഭവിക്കണം. 3 മാസത്തെ അവധിയും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയതാ. ഇപ്പൊ കൊല്ലത്രയായി. മുതലുമില്ല, പലിശയില്ല. ഇനി നിങ്ങളടുത്ത് ഞാൻ വരണില്ല. ഇവിടെ നീതി നിയമമുണ്ടോ ഞാനും നോക്കട്ടെ. ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ. ഇറങ്ങിപ്പോടാ തെണ്ടി കള്ളവർഗ്ഗങ്ങൾ. എടോ, ഇത്രയും നേരം തന്റെ കാല് ഞാൻ പിടിച്ചത് തന്റെ അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഇടിച്ചതിന്റെ ഷേപ്പേ മാറ്റിക്കളയും. താൻ എന്നെ കോടതി കയറ്റല്ലോ. കേറ്റൂടാ. ഞാൻ കോടതി കയറുന്നത് തന്നെ കൊന്നിട്ടായിരിക്കും.
താൻ ആണാണെങ്കിൽ എനിക്ക് വക്കീലോട്ട് സഹിക്കണോ? അന്ന് എന്റെ മരണമാ. എന്താ കാണണോ? എടാ ശിവൻകുട്ടി, നീ പോക്കിരുത്തരാ കാട്ടെ. അതെ, പോക്കരുത്തരാ. താൻ എന്തോ ചെയ്യും? ഞാനും ചെയ്യില്ല. എന്നെ കോടതി കേട്ടണ്ടേ? അത് ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ ചിലപ്പോ കേട്ടില്ലെന്ന് വരും. അതിന് നിനക്കെന്താ നഷ്ടം? എനിക്ക് നഷ്ടമൊന്നുമില്ല. നഷ്ടപ്പെടാൻ പോകുന്നത് തനിക്കായിരിക്കും, മറക്കണ്ട. ഇല്ല, മറക്കില്ല. താനെന്തോ നോക്കി പേടിപ്പിക്കുന്നത്? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ആ, കളിക്കല്ലേ. ആരോടാ ദേഷ്യപ്പെടുന്നേ? അത് നമ്മുടെ ശിവൻകുട്ടി നാക്കെടുത്ത തമാശ പറയൂ. അല്ല, പാരമ്പര്യമായിട്ട് അങ്ങനെയാ. അപ്പൊ കാണാം. കാണണം. കാണണം കാണണം. എന്താ പറയാ, ഇപ്പോഴത്തെ കാലത്ത് ഇത്തിരി പോക്കിരിത്തരമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളൊന്ന് താന്ന് കൊടുത്താല് നമ്മുടെ തലയിൽ കയറും. അല്ല, അയാൾ ഇനി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് വല്ലതും കൊടുക്കും? കംപ്ലൈന്റ് കൊടുത്താ പ്രശ്ന. ഇടിച്ചവന്മാര് നട്ടല്ലൂരും. പേടിത്തൊണ്ടനാ, അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും കൊടുക്കത്തില്ല. ഓട്ടം ഒന്നും ഇല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങിട്ട് വരാം. അതെ, നടന്നങ്ങ് പോയാ മതി. അല്ലെങ്കിൽ തന്നെ കാശും കൊടുത്തിട്ട് പിന്നെ കയ്യും കാലും പിടിച്ചിട്ടാ പെട്രോൾ കിട്ടുന്നത്. രാത്രി ഞാൻ വന്നിട്ടേ പോകണല്ലേ. ബസ് ചാർജ് 1 രൂപ കൊടുക്കണം. എല്ലാം ശരി തന്നെ? ശിവൻകുട്ടി വന്നു. ഏട്ടനപ്പോ വന്നു. പഞ്ചസാര വാങ്ങിച്ചോടാ. പഞ്ചസാരയും അരിയും മുളകും ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു മറക്കുന്നു. നാളെ രാവിലെ ബാലന് കാപ്പി കൊടുക്കണത് എങ്ങനെയാണെന്ന് വിചാരിച്ചു വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏട്ടത്തെയും മോളൊക്കെ സുഖമായിരിക്കുന്നില്ലേ? പ്രേമേ, എന്തേട്ടാ? ഏതാടി സാരി? വല്യേട്ടൻ കൊണ്ടുവന്നതാ. നീ ബാഗ് എടുത്ത് അകത്ത് വയ്ക്ക. പെണ്ണ് സാരി ഉടുത്ത് കാണുമ്പോ പേടിയാവുക. അതെന്താ? ഏട്ടാ ശ്രദ്ധിച്ചില്ലേ? അവള് വലിയ പെണ്ണായി. ഒരുത്തനെ കിട്ടണമെങ്കിൽ കാശ് എത്ര കൊടുക്കണമെന്നാ? അതിനെന്താ, ഇപ്പൊ നല്ല വരവല്ലേ? വരവോ? ഏട്ടനോട് ആര് പറഞ്ഞു? ഈ വേഷവും പത്രാസും കണ്ടിട്ടാണോ? ഈ വേഷം മാത്രമേ ഉള്ളൂ. കഞ്ഞി കുടിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. എടാ, മൂത്തോര് പറഞ്ഞാൽ കുറച്ചൊക്കെ അനുസരിക്കണം. നല്ലൊരു സ്ഥലത്ത് കൊണ്ട് ഞാൻ നിർത്തിയതല്ലേ. ആരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടാ ഗോവിന്ദൻ കോൺട്രാക്ടർ സമ്മതിച്ചെന്നറിയോ? മാസം 1800 രൂപ ശമ്പളം. ഒന്ന് കണ്ണടച്ചാ കാശ് വേറെ. അതിട്ടിട്ട് പോകും. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡർ മരുന്ന് സഞ്ചി തൂക്കി പിടിച്ച് നടക്കുക. അതാകുമ്പോ ഇങ്ങനെ വേഷം കെട്ടി നടക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അതെ, അതൊരു ആശയാണ് ഏട്ടാ, നല്ല വേഷം ധരിച്ച് നടക്കാൻ. പഠിക്കുന്ന കാലത്ത് 2 മുണ്ടും 2 ഷർട്ടും ഇട്ടാ ഞാൻ 1 കൊല്ലം കഴിച്ചിട്ടുള്ളത്. നടന്നോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷെ അമ്മയും പെങ്ങളെയും പട്ടിണിക്കിടരുത്, എനിക്കതേ പറയാനുള്ളൂ. അമ്മയും പെങ്ങളും എന്റെ മാത്രമല്ലല്ലോ. ആവുന്ന കാലത്ത് ഞാൻ സുന്ദരമായിട്ട് നോക്കിയിട്ടുള്ളതാ. ഇപ്പൊ എനിക്ക് കുടുംബമായി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്ത് കിട്ടുമെന്ന് അറിയാമല്ലോ. കുടുംബം നോക്കിയ കഥയൊന്നും ഏട്ടൻ പറയണ്ട. മാസം 300 റുപ്യ വരും. പിന്നെ ഇവിടെ ഉണ്ടാവണ തേങ്ങയും പാലും വിറ്റാ ഞങ്ങൾ കഴിഞ്ഞത്. ഏട്ടനെ ഞാൻ കുറ്റം പറഞ്ഞതൊന്നുമല്ല. എന്താടാ ഏട്ടനോട് പറയണേ? അവൻ അവന്റെ കുടുംബം നോക്കണ്ടേ? എല്ലാ കാലവും അമ്മയും പെങ്ങളും അനിയനെന്നും പറഞ്ഞിരുന്നാ മതിയോ? അവൻ പറഞ്ഞോട്ടമ്മേ, ഞാൻ കിടന്ന് വെള്ളം കുടിക്കുന്ന ആർക്കും മനസ്സിലാവില്ല. ശിവ, ഏട്ടൻ വന്നത് രമയ്ക്ക് ഭാഗം കിട്ടിയ സ്ഥലത്ത് അവൻ പെരപണിയാൻ പോവുക. അപ്പോ നമ്മുടെ പടിഞ്ഞാറെ വേലിയിലടുത്ത് നിൽക്കുന്ന 2 പ്ലാവ് മുറിച്ച ആവശ്യത്തിനുള്ള തടി കിട്ടും. ഞാൻ പറഞ്ഞു മുറിച്ചറുത്ത് കൊണ്ടുപോയിക്കോളാൻ. ആ പ്ലാവ് നിറയെ കായ്ക്കണതാ. എന്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു രമയുടെ വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഞാൻ ഭാഗമൊന്നും പിരിഞ്ഞിട്ടില്ല. ഏട്ടന് ആവശ്യമുള്ള തടി ഞാൻ അലിയാറുടെ മില്ലിൽ നിന്ന് ഏർപ്പാട് ചെയ്ത് തരാം. അതാവുമ്പോ എനിക്ക് കുറേശ്ശെ കൊടുത്തു തീർത്താൽ മതി. നമ്മുടെ തൊടിയിലെ പ്ലാവ് മുറിക്കാൻ മറ്റു പലരുടെ അനുവാദം കൂടി വേണം. ഈ വസ്തുവിന്റെ പണയത്തില് അച്ഛന് കടം കൊടുത്ത പലരുടെ. ഇത് കണ്ടു തൃപ്തി വന്നില്ലേ ഇതുവരെ? കിടക്ക വിരിച്ചിട്ടുണ്ട്. ഏട്ടൻ കിടന്നോ? അവൻ കിടന്നു. പാവം. ഒരു വീട് വെക്കണം എന്നുള്ള മോഹം ഏട്ടനും ഉണ്ടാവും അല്ലേ? പിന്നില്ലാണ്ടിരിക്കുവോ? ഞാൻ പറഞ്ഞതിൽ ഏട്ടന് നീരസമുണ്ടോ? സ്വന്തം വീട്ടിലല്ലാണ്ട് എവിടെ ചെന്നാ ഏട്ടനൊരു സഹായം ചോദിക്കുക? ഞാൻ വെറുതെ പറഞ്ഞതല്ല. അലിയാറുടെ മില്ലിന്ന് ആവശ്യമുള്ള തടി ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. പിന്നിപ്പോ എന്റെ മരുന്നിന് നല്ല സെയിൽസാ. കുറച്ച് കാശെനിക്ക് കിട്ടും. അത് ഏട്ടന് കൊടുക്കാം അല്ലേ? വാ, വന്ന് കിടക്ക്. നാളെ രാവിലെ പോകേണ്ടതല്ലേ?
നമുക്കും വേണം നല്ലൊരു വീട്. പറ്റിയ ഇതുപോലെ തന്നെ പണിയണം. 2 നില. 2ാമത്തെ നിലയിലേക്ക് പുറത്തുനിന്ന് സ്റ്റെപ്സ് വേണം. പ്രേമയുടെ കല്യാണം നടത്തി അവളെയും ഭർത്താവിനെയും മുകളിലത്തെ നിലയിൽ താമസിപ്പിക്കാം. താഴെ ഞാനും അമ്മയും. നമ്മൾ രണ്ടാളും മാത്രം മതിയോ? പോരെ? നീ പറ, മതിയോ? അമ്മയുടെ ഇഷ്ടം. എന്താടോ? വെറുതെ. വെറുതെ ഒന്നുമല്ല. ഊണാ കഴിഞ്ഞോമേ? കഴിഞ്ഞ ഓരോരുത്തർ ഉറക്കായി. ആ, പാലേട്ടൻ വന്നിട്ടുണ്ടല്ലേ? ആ. ഉമ്മ പറഞ്ഞു. ശിവ, ഒന്നിങ്ങോട്ട് വന്നൊരു കാര്യം പറ. അത്ര വലിയ രഹസ്യമാണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. ശിവശങ്കരൻ, പി ശിവശങ്കരൻ. ഇല്ല, അയാൾ മാത്രമേ ഉള്ളൂ. ചെക്ക് കൊടുത്തിരിക്കുന്നതും അയാളുടെ പേരിൽ മാത്രമാണ്. 1 മിനിറ്റ്. ഫ്രാൻസി, ബോംബെന്ന് ബാബയാണ്. എന്തായെന്ന് അന്വേഷിക്കുന്നു. ബാബ ഫ്രാൻസിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടു. അതെ, പക്ഷെ ടൗൺ വിട്ട് പോയിട്ടില്ല. ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഇത് ഞങ്ങൾക്കൊരു ബ്ലാക്ക് മാർക്ക് ആകരുത് പ്ലീസ് ബാബ. താങ്ക് യു ബാബ, താങ്ക് യു. എല്ലാവരും നമ്മളെ തന്നെയാണ് വഴി പറയുന്നത്. ശരിയല്ലേ? നമ്മുടെ കഴിവുകേടാണ്. കൊച്ചിന്ന് സേഠ്ജി വിളിച്ചിരുന്നു. അവരൊക്കെ വറിയതാണ്. ഇവനെ പോലെ പലരും ഈ വഴി തുടർന്നാൽ എങ്ങനെ ബിസിനസ് നടത്തും? ഇവൻ എല്ലാവർക്കും ഒരു പാഠമാകും. തലയെടുത്ത് ബോംബെക്ക് പാഴ്സൽ ചെയ്യാനാ ബാബ പറഞ്ഞിരിക്കുന്നത്. എന്റെ കുട്ടിക്ക് ഒരാപത്തും വരുത്തല്ലേ ഈശ്വര. അമ്മയെ ഇത്രയും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഹോട്ടലിൽ മുറി എടുത്തു കൊടുത്തിട്ടാ അങ്ങോട്ട് പോന്നെ. വിവരക്കേട് കാണിക്കേണ്ട ഒരാവശ്യമില്ല. ബാങ്കിൽ ഒരു ചെറിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ചെക്ക് ബാങ്കിൽ കൊടുത്താൽ മതി. വിവരം ഇല്ലേ വിവരമുള്ളവർ ചോദിക്കണം. അങ്ങനെയാ അർദ്ധരാത്രി കൊട പിടിക്കുന്നല്ലേ സ്വഭാവം. പറ്റിപ്പോയി. ഇനിയിപ്പോ പറയേണ്ട കാര്യം? ഇനിയെങ്കിലും നേർവഴി പറഞ്ഞു കൊടുക്ക്. വിവരക്കേട് കാണിക്കാതിരിക്കട്ടെ. ബാല, നീയും കൂടെ അബുവിന്റെ കൂടെ ഒന്ന് പോ. ഞാനും കൂടെ പോയാലോ രമേ? നാളെ ബാങ്ക് തുറക്കണം നേരത്തെ എത്തിയാ പോരെ? ഈ രാത്രി ഉറക്കടച്ച് തണുത്ത കാറ്റും കൊണ്ട് യാത്രയും ചെയ്ത് വല്ല അസുഖം വന്ന് കിടപ്പിലായാലേ ഞാനേ നോക്കാനുള്ളൂ. ഡോക്ടർ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ശരിയാ. ബാലേട്ട് എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ പോകണ്ടല്ലോ. ഞാൻ പോട്ടെ. മോനെ, അവന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ. അതെന്നോട് പറയണം. ഹലോ. ഹലോ, ഐ എം സേവർ ജേക്കബ്. ഈ ഹോട്ടൽ നടത്തുന്നത് ഞാനാണ്. അസൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടുത്തെ സർവീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഞാൻ 2-3 തവണയായിട്ട് ബെല്ലടിക്കുന്നു, ആരും വരുന്നില്ല. ഐ എം സോറി. ഞാൻ ഉടനെ പറഞ്ഞു. സീ യു. You see, the female's role in a traditional India is taken as a reproductive role. This needs to be changed into a productive role of females in India, which absolutely essential without which the African program will not succeed. समाज में महिलाओं के स्तर और परिवार कल्याण जैसे विषयों पर लोगों का रवैया बदलने के लिए पाठ्यक्रमों में उचित परिवर्तन നിങ്ങൾക്ക് എന്താ വേണ്ട?
Thank you.